JP Astro Life-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റം 2025 മീനൻ രാശിക്കൂറുകാരായ പൂരിട്ടാതിയുടെ 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ്. കാരണം മീനൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അവരുടെ രാശിയുടെ അധിപനാണ്. ശാരീരികവും മാനസികവുമായ കാര്യങ്ങളിൽ വ്യാഴത്തിന് പങ്കുണ്ട്. ശരീരം തീരെ മെലിഞ്ഞതല്ലാത്ത, അല്പം ശരീരപുഷ്ടിയുള്ള, അല്പം ആരോഗ്യമൊക്കെ ഉള്ള ഒരു ശരീരം തന്നെയാണ് വ്യാഴം നൽകുന്നത്. ജാതകത്തിൽ വ്യാഴം ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്നവർക്ക് ജീവിതത്തിൽ പല പുരോഗതിയും വ്യാഴം ഉണ്ടാക്കി കൊടുക്കും. അറിവ്, ബുദ്ധിപരമായ കാഴ്ചപ്പാടുകൾ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, സന്താനങ്ങൾ മൂലം ഉയർച്ചയും ജീവിത പുരോഗതിയും, സന്താന ദുഃഖം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നുള്ള മോചനം, സന്താന ഗുണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ സാമ്പത്തികമായ പുരോഗതി, സാമ്പത്തികമായ അല്പം പ്രയാസവും ഞെരുക്കവും ഒക്കെ നേരിടുന്നവരെ സംബന്ധിച്ച് വ്യാഴം അനുകൂലമായാൽ ധനപരമായ ഒരു പുരോഗതി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തീർച്ചയാണ്. കാരണം നിധിയുടെ കാവൽക്കാരനും നിധി ഇരിക്കുന്ന സ്ഥലത്തെയും ഒക്കെയാണ് ഈ വ്യാഴം സൂചിപ്പിക്കുന്നത്. അതുപോലെ ദൈവവിശ്വാസം, ആത്മീയമായ കാഴ്ചപ്പാടുകൾ, മതപരമായ കാര്യങ്ങളിൽ നേതൃത്വം നൽകുക, മതസ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുക, ഇതൊക്കെ വ്യാഴത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിച്ച് പുരോഗതി ഉണ്ടാക്കുക, അതുപോലെ പരസ്പര വിശ്വാസം, സുഖം, സ്നേഹം, ദാനധർമ്മങ്ങൾ, പുണ്യപ്രവർത്തികൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയും വ്യാഴം സൂചിപ്പിക്കുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുക എന്നതും വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകമായ കഴിവ് നമ്മളിൽ ചെലുത്തുന്നത് കൊണ്ടാണ്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ മീനൻ രാശി സമുദ്രത്തെ സൂചിപ്പിക്കുന്ന ചില സൂചനകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമുദ്ര ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും വിപണനം നടത്തുകയും ചെയ്യുക, അതുപോലെ കപ്പൽ ജോലി, നാവികസേന, തുറമുഖ വികസനം, തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കടൽ യാത്ര, കടലോര മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങി മീനൻ രാശിയെ സമുദ്രത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും വ്യാഴം സൂചിപ്പിക്കാറുണ്ട്. പെട്രോളിയം കമ്പനികൾ, എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾ, സമുദ്ര ഗവേഷണം, സമുദ്രപാത തുടങ്ങി വ്യാഴം സൂചിപ്പിക്കാത്ത കാര്യങ്ങൾ വളരെ കുറവാണ്. പൊതുവെ വ്യാഴം സൂചിപ്പിക്കുന്ന കാര്യങ്ങളും വ്യാഴത്തിൻ്റെ പ്രാധാന്യവും അറിയണമെന്നുള്ളവർ വ്യാഴത്തിൻ്റെ മഹത്വവും ജീവിത വിജയവും എന്നൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ വ്യാഴത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും എത്രത്തോളം ഉണ്ടെന്ന് അറിയേണ്ടവർക്ക് സഹായിക്കുകയും ചെയ്യും. ഈ വീഡിയോയിൽ മീനൻ രാശിക്കൂറുകാരായ നക്ഷത്രക്കാർക്ക് 2025 രാശിമാറ്റം കൊണ്ട്, വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് എന്തൊക്കെ ഗുണദോഷങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടാനുള്ള നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ എന്താണ് എന്നുള്ള കാര്യമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മീനൻ രാശിക്കാർക്ക് 2024 മെയ് 1 മുതൽ 2025 മെയ് 14 വരെ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുകയാണ്. മീനൻ രാശിക്കാർക്ക് ഇപ്പോൾ 3-ൽ സഞ്ചരിക്കുന്ന വ്യാഴം അത്ര മെച്ചമായ അനുഭവം നൽകുന്നില്ല. 2023 ഏപ്രിൽ 22 മുതൽ വ്യാഴം മേടൻ രാശിയിൽ സഞ്ചരിച്ച സമയം പല കാര്യത്തിലും ഗുണം കിട്ടുന്ന ഒരു സമയമായിരുന്നു. 2-ാം ഭാവത്തിൽ മേടൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ കുടുംബം, ധനം, വിദ്യ, വാക്ക്, സമ്പത്ത്, വലത്തെ കണ്ണ്, പൂർവ്വസ്വത്ത്, സമ്പാദ്യങ്ങൾ, നിധിലാഭം തുടങ്ങി ജീവിതത്തിൽ പ്രധാനപ്പെട്ട പലതിനെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് 2-ാം ഭാവം. അതുപോലെ കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കുക, കുടുംബത്തിലുള്ളവർ തമ്മിൽ ഒത്തുചേരാനുള്ള സാഹചര്യം ഉണ്ടാകുക, മംഗളകർമ്മങ്ങളൊക്കെ നടക്കുക, തീർത്ഥയാത്രകൾ മുതലായവയ്ക്ക് അവസരമുണ്ടാകുക, സാമ്പത്തികമായ പ്രശ്നങ്ങളും പരാധീനതയുമൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ ഒരു ആശ്വാസം ലഭിക്കുന്ന സാഹചര്യം വരിക, അവിചാരിതമായി സാമ്പത്തികമായ നേട്ടങ്ങളോ മേന്മകളോ ഒക്കെ ഉണ്ടാവുക, അതായത് സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തവർ തന്നെ നമ്മൾക്ക് സഹായങ്ങൾ ചെയ്ത് നമ്മളെ സഹായിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ അവിചാരിതമായി കുടുംബസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത, ഒന്നുകിൽ കുടുംബസ്വത്ത് അല്ലെങ്കിൽ പൂർവികന്മാരാരെങ്കിലും അപ്രതീക്ഷിതമായി നൽകുന്നത്, അതുപോലെ നിധി ലഭിക്കുക, ലോട്ടറി ലഭിക്കുക, ഷെയർ മാർക്കറ്റ്, ഇൻഷുറൻസ് തുടങ്ങിയവയിൽ നിന്നൊക്കെ നേട്ടമുണ്ടാകുക, ഊഹക്കച്ചവടം, കരാർ ജോലി, ഇവയിൽ ലാഭം ഉണ്ടാകുക, തൊഴിൽപരമായി മെച്ചമുണ്ടാവുക, വരുമാനം കൂടുക, വിദ്യാഭ്യാസം നടത്തുന്നവർക്ക് പുരോഗതി ഉണ്ടാവുക, തൊഴിൽപരമായ സാധ്യതകൾ വന്നു ചേരുക, ദാമ്പത്യ ജീവിതം വലിയ കുഴപ്പമൊന്നുമില്ലാതെ, വിഷമതകളില്ലാതെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക, സന്താനങ്ങൾ വഴി നേട്ടമുണ്ടാവുക,
സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായി പല ബന്ധങ്ങളും ഉണ്ടാവുകയും ആ ബന്ധങ്ങൾ വഴി എന്തെങ്കിലുമൊക്കെ പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക, ഇങ്ങനെ പല നല്ല അനുഭവങ്ങളെയും വ്യാഴം ബലവാനായി ഇഷ്ടഭാവത്തിൽ ഉള്ളവർക്കും ദശാപഹാരം മെച്ചമായവർക്കും 2023 ഏപ്രിൽ 22 മുതൽ വ്യാഴം മേടൻ രാശിയിൽ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ലഭിച്ചുകൊണ്ടേയിരുന്നു കാണും. എന്നാൽ വ്യാഴം അത്ര മെച്ചമല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ദശാപഹാരം മോശമായവർക്കും ഒരുപാട് വലിയ ഗുണമൊന്നും ഈ കാലത്ത് ഉണ്ടായെന്ന് വരില്ല. എന്നാൽ ചെറിയ ചെറിയ ഗുണങ്ങളൊക്കെ ഉണ്ടാകാനും ഉള്ള സാധ്യതയുണ്ട്. 2024 മെയ് 1 വ്യാഴം 2-ൽ സഞ്ചരിച്ച് 3ാം ഭാവമായ ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ചു. 2024 മെയ് 1 മുതൽ 2025 മെയ് 14 വരെ ഇടവൻ രാശിയിൽ 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം അത്ര വലിയ ഒരു മെച്ചവും നമുക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. 3ാം ഭാവം സഹോദരങ്ങളെ, ധൈര്യം, സേവനം, ദുർബുദ്ധി, ഭക്ഷണം, ആഭരണം, ഇങ്ങനെ പലതിനെയും സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ്. സഹോദര സ്ഥാനം കൂടിയാണ് 3ാം ഭാവം. ഈ ഒരു വർഷം സഹോദരങ്ങളുമായി ഒരു നല്ല ബന്ധമൊന്നും ഉണ്ടാകാനുള്ള സാഹചര്യം ഇല്ല. നിസ്സാര കാര്യങ്ങൾക്ക് പിണക്കം ഉണ്ടാകും. ആവേശം മൂലം പല കുഴപ്പത്തിലും ചെന്ന് ചാടും. ദേഷ്യം, കോപം, വാശി ഇതെല്ലാം വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ കാരണമാകുകയും പ്രേരിപ്പിക്കുകയും ചെയ്യും. ബുദ്ധിമോശം മൂലം സാമ്പത്തികമായും മാനസികമായും പ്രയാസങ്ങൾ നേരിടുന്ന സാഹചര്യം വരും. പലരും പല കാരണം കൊണ്ടും ശത്രുക്കളായിട്ട് പെരുമാറുകയും ചെയ്യും. ആരോഗ്യ സംബന്ധമായി അത്ര നല്ല സമയമൊന്നുമല്ല. സാമ്പത്തികമായ ബാധ്യത പല പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട്. ദൈവാധീനക്കുറവ് പല നിസ്സാര പ്രശ്നങ്ങളും വഷളാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. ഈ വർഷം വ്യാഴം വക്രഗതിയിൽ വരുന്ന 2024 ഒക്ടോബർ മുതൽ 2025 ജനുവരി വരെ വലിയ കുഴപ്പമില്ലാതെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ പോകാൻ സാധിക്കുകയും ചെയ്യും. കാരണം വക്രഗതിയിൽ വ്യാഴം ചില ചെറിയ ചെറിയ നേട്ടങ്ങളൊക്കെ വല്ലപ്പോഴുമൊക്കെ ഉണ്ടാക്കിത്തരും. എന്നാൽ പൊതുവെ നോക്കുമ്പോൾ വ്യാഴം അത്ര മെച്ചമല്ലാത്ത ഒരു വർഷം എന്ന് വേണമെങ്കിൽ പറയാം. വ്യാഴം ജാതകത്തിൽ ബലവാനായ ഇഷ്ടഭാവത്തിൽ ഉള്ളവർക്കും ദശാപഹാരം നല്ല ഫലം തരുന്നവർക്കും 3-ലെ വ്യാഴം മെച്ചമൊന്നും ഉണ്ടാക്കില്ലെങ്കിലും വലിയ ദുരന്തമൊന്നും ഉണ്ടാകുകയില്ല. അതായത് വലിയ ദുരിതങ്ങളൊക്കെ അത് അല്പം ഒഴിഞ്ഞു മാറിപ്പോകാനും തീവ്രത കുറയ്ക്കാനുമൊക്കെ സഹായിക്കും. 2025 മെയ് 14 മുതൽ വ്യാഴം മിഥുനൻ രാശിയിൽ ഒരു വർഷം സഞ്ചരിക്കുന്ന കാലത്ത് വ്യാഴം 4ാം ഭാവത്തിലാണ് വരുന്നത്. ജാതകത്തിൽ 4-ൽ വ്യാഴം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം മാതൃഗുണം, ധനലാഭം, വീട്, വാഹനം, ഉദ്യോഗം, അതുപോലെ ഉന്നത വിദ്യാഭ്യാസം, നല്ല പങ്കാളി, അതുപോലെ നല്ല കുടുംബജീവിതം എന്നിവയൊക്കെ നൽകുന്ന ഒരു ഭാവമാണ് ഈ 4ാം ഭാവത്തിലെ വ്യാഴം ജാതകത്തിൽ. പക്ഷെ ഗോചരത്തിൽ 4-ൽ വ്യാഴം നിൽക്കുമ്പോൾ ഈ പറയുന്ന വലിയ ഗുണമൊന്നും നൽകുകയില്ല. കലാകാരന്മാർക്കും സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലയിലുള്ളവർക്കും ചില ഗുണങ്ങളും ചില മെച്ചപ്പെട്ട അനുഭവങ്ങളുമൊക്കെ ഉണ്ടാകാം. അതുപോലെ സംഗീതം തുടങ്ങിയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും സംഗീതജ്ഞന്മാർക്കുമൊക്കെ ചില മെച്ചമൊക്കെ വരാം. ബന്ധുക്കളുടെ വിയോഗം, ബന്ധുക്കൾ അകന്നു നിൽക്കുക, സുഹൃത്തുക്കൾ മൂലം വിഷമം വരിക, എന്തെല്ലാം സൗകര്യം ഉണ്ടായാലും ഒരുതരം മാനസിക പ്രയാസം, അതുപോലെ തന്നെ ഒരു മാനസിക വിഷമവും ഒരു സുഖക്കുറവുമൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. മാതാവുമായും മാതാവിൻ്റെ ബന്ധുക്കളുമായും ഒക്കെ ചില ഭിന്നതകളൊക്കെ ഉണ്ടാവുക. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വലിയ വിലയൊന്നും കൽപ്പിക്കാതിരിക്കുക. സാമ്പത്തികമായി ചില പ്രയാസങ്ങളൊക്കെ നേരിടുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ചില പ്രയാസങ്ങളൊക്കെ വരിക. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വേണ്ടത്ര പുരോഗതിയൊന്നും ഉണ്ടാകാതിരിക്കുക. ഇതൊക്കെയാണ് പൊതുവെ 4ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് ഉണ്ടാകാവുന്ന അനുഭവങ്ങൾ. പൊതുവെ വ്യാഴം 4ാം ഭാവത്തിൽ ഗോചരത്തിൽ സഞ്ചരിക്കുമ്പോൾ വലിയ ഗുണമൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത സാഹചര്യമാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. എന്നാൽ ചെറിയ ചെറിയ ഗുണങ്ങളൊക്കെ അവരവരുടെ ജാതകത്തിലെ മറ്റ് ഗ്രഹങ്ങളുടെ സാന്നിധ്യവും അതിൻ്റെ ഗുണമനുസരിച്ചൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരികയും ചെയ്യും. വലിയ ദോഷം ഉണ്ടാകാനുള്ള സാധ്യത വരുന്നതെന്ന് പറഞ്ഞാൽ വ്യാഴം ഇഷ്ടഭാവത്തിലല്ലാതെ മോശമായ അവസ്ഥയിൽ ജാതകത്തിലുള്ളവർക്കും, അതുപോലെ ഈ 2025 ഈ വ്യാഴം മാറുന്ന കാലം മുതൽ ഒരു വർഷക്കാലം
ദശാപഹാരകാലങ്ങളൊക്കെ വളരെ മോശമായിട്ടിരിക്കുന്നവരെ സംബന്ധിച്ചുമൊക്കെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം വലിയ ഗുണമൊന്നും ചെയ്യില്ല. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈശ്വരാധീനത്തോടുകൂടി വീണ്ടും വിചാരത്തോടുകൂടി നല്ല സമയമല്ല എന്ന ബോധ്യത്തോടുകൂടി കാര്യങ്ങൾ വിശകലനം ചെയ്ത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഈ 2025 വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത് നേരത്തെ നല്ലതും ചീത്തയുമായ ഫലങ്ങളൊക്കെ തന്നെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.